ിച്ചു. എന്നിട്ട് സ്വാതന്ത്ര്യ സമര സന്ദർഭം വന്നു. എല്ലാവരും സ്വാതന്ത്ര്യ സമര രംഗത്താണ്. 45 കോടി ജനങ്ങൾ. ഈ ചങ്ങാതിമാര് മാത്രം രംഗത്തില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനമായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കേണ്ട ഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും, അതിനു പുറമെ എഒഹിമിനെ പോലെ, ആനി ബസന്റിനെ പോലെയുള്ള വിദേശ പൗരന്മാര് വരെയും നമ്മുടെ കൂട്ടത്തിൽ നിന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, ഇത്തരം ഒരു സ്വാതന്ത്ര്യ സമരത്തിന് 1000 വട്ടം ശാപം. ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് പോവുക എന്നത് ലാ ഇലാഹ മാത്രമേ ആകുന്നുള്ളൂ. ശേഷം വരുന്നതെന്ത് എന്നതാണ് പ്രശ്നം. അവിടെ അള്ളാഹു വരണം, അപ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹു ഉള്ളൂ. എങ്ങനെ മനസ്സിലായോ? ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിട്ട് രാജേന്ദ്ര പ്രസാദ് അവിടെ വന്നത്. ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു ആയിട്ടില്ല, ലാ ഇലാഹ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഭരണം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, ഈ സ്വാതന്ത്ര്യ സമരം കൊണ്ട് എന്തുണ്ടാകും? ലാത്ത പോയിട്ട് മനാത്ത വരും എന്ന വ്യത്യാസം മാത്രം. ഒരു വ്യാജ ദൈവത്തിന്റെ സ്ഥാനം മറ്റൊരു വ്യാജ ദൈവം കൈക്കലാക്കുമെന്ന് മാത്രം. സ്വാതന്ത്ര്യം കിട്ടി 3 കൊല്ലം കഴിഞ്ഞ് 1950 മെയ് മാസത്തിൽ ജമാഅത്തെ ഇസ്ലാമി എഴുതി, ഇന്ത്യ സ്വതന്ത്രമായി. എന്നിട്ടെന്തുണ്ടായി? ലാത്ത പോയി മനാത്ത വന്നു എന്ന വ്യത്യാസം മാത്രം. ഒരു വ്യാജ ദൈവത്തിന്റെ സ്ഥാനം മറ്റൊരു വ്യാജ ദൈവം കൈക്കലാക്കി. അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമത്തം അഭംഗുരം നിലനിൽക്കുന്നു. നമ്മളിപ്പോഴും അള്ളാഹു അല്ലാത്തവരുടെ അടിമകളാണ്. സ്വതന്ത്ര ഭാരതത്തിന്റെ ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട്, സ്വതന്ത്രമായ വായു ശ്വസിച്ചുകൊണ്ട് നന്ദി ഘട്ടമായത്തെ ഇസ്ലാമി പറഞ്ഞു, നമ്മളിപ്പോഴും പഴയൊടുത്ത് തന്നെയാണ്. പിന്നെ അതെല്ലാം നന്ദിയുള്ളവരെന്ന് പറയണോ? ഇവരെ പറ്റി ഇവർ രാജ്യദ്രോഹികളല്ലേ? ഇവർ രാജ്യത്തോട് സ്നേഹമുള്ളവരാണോ? നമ്മളെല്ലാവരും, നമ്മുടെ കാരണവന്മാരെല്ലാവരും സ്വാതന്ത്ര്യ സമര രംഗത്താകുമ്പോൾ ഇവർ പങ്കെടുത്തോ? കൈകൊണ്ട് വയ്യാഞ്ഞിട്ടാണെങ്കിൽ, കാലുകൊണ്ട് നടക്കാൻ വയ്യാഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. ഇതല്ല. ഇസ്ലാമിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിക്കൊണ്ട്, അപമാനമുണ്ടാക്കിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സ്വാതന്ത്ര്യ സമരത്തിന് വിട്ടുന്നത്. സ്വാതന്ത്ര്യ സമര രംഗത്ത് ദേശീയ തലത്തിൽ പ്രവർത്തിച്ച ഏതെങ്കിലും ഒരു ജമാഅത്തുകാരനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ശരി, സ്വതന്ത്രമായി ഇന്ത്യ, സ്വതന്ത്രമായ ശേഷവും ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് 47 മുതൽ 77 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തില്ല, വോട്ടിംഗ് ഹറാമാക്കി. 77 അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തു. ആർക്ക്? RSSന്, ജനസംഘത്തിന്, ഇടതുപക്ഷങ്ങൾക്ക്. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ബിസ്മിയും ചൊല്ലി RSSന് വോട്ട് ചെയ്ത് ജമാഅത്തുകാരാ. അടിയന്തരാവസ്ഥക്കാലത്ത് ഒതുടുക്കാൻ വെള്ളം കൊടുത്ത് ജയിലിലായപ്പോഴേ അതിന് കാണാനുണ്ട്. എന്താണ്? ഒലവക്കോട് മുഹമ്മദ് യൂസുഫ് സാഹിബ്, ജമാഅത്തെ ഇസ്ലാമിന്റെ അന്നത്തെ അമീർ, ഒലവക്കോട് വണ്ടി ഇറങ്ങിയപ്പോ RSSന്റെ അവിടുത്തെ ഉപകാര്യ ദർശി പോയിട്ട് മാലട്ട്. എറണാകുളത്ത് ദേവറസ് സാഹിബ്, RSSന്റെ ദേവറസ് വന്നപ്പോ ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ പോയിട്ട് മാലിട്ട്, നിൻ പൃഷ്ഠം ഞാൻ തലോടിയിടാം, എൻ പൃഷ്ഠം നീ തലോടുക. നോക്കണം നിങ്ങൾ. എന്നിട്ട് അവരാണ് പറഞ്ഞത്, അവരാണ് പിന്നീട് 91 പറഞ്ഞത്, തകർന്നുകൊണ്ടിരിക്കുന്ന മാർക്സിസമല്ല, വളർന്നുകൊണ്ടിരിക്കുന്ന ഫാസിസമാണ് മുഖ്യ ശത്രു. ഇവര് വളർത്തിയതാ. ഹൈന്ദവ തീവ്രവാദികളോട് ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനം ഇതാ. എന്ന് മാത്രമല്ല ഇന്ത്യയിൽ മുസ്ലിങ്ങൾ കുറവാണ്, ഹിന്ദുക്കൾ കൂടുതലാണ്. ഇവിടെ നിങ്ങളുടെ നിയമമനുസരിച്ച്, ഹിന്ദു നിയമമനുസരിച്ച് ഭരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, എതിർപ്പുമില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്. ഇതാണ് ആ മുസ്ലിങ്ങളോട്, ഈ ഹൈന്ദവ തീവ്രവാദികളോട് ജമാഅത്തെ ഇസ്ലാമിക്കുള്ള സമീപനം. ഇസ്ലാമിന്റെ വ്യക്തികളോട്, ഇസ്ലാമിന്റെ അനുയായികളോട് ജമാഅത്തെ ഇസ്ലാമിക്കുള്ള സ്നേഹം ഇത്രയാണുള്ളത്. ഒരു സ്നേഹമല്ല. നിങ്ങൾ നോക്കൂ. അങ്ങനെ സ്വാതന്ത്ര്യ സമരം മുതൽ 77 വരെയുള്ള കാലം, 77 മുതൽ ഇങ്ങോട്ട് 2005 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഇടക്കും തലക്കുമൊക്കെ അവർ വോട്ട് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ഏതാണ്ട് 40 മുതൽ 2060 കൊല്ലം പണിയെടുത്തിട്ടും വഞ്ചി തിരുനക്കര തന്നെയാണ്. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാക്കാൻ
ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്യാൻ, ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചില്ല. കാരണം ഗവൺമെന്റ് ജോലി ഹറാമാണെന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, പല പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നു. ഒരിക്കലും നമുക്ക് പറ്റാത്ത പരിപാടിയാണെന്ന്. ജോലി സ്വീകരിക്കാൻ പാടില്ല എന്നല്ല, ജോലിക്ക് വേണ്ടി മുറവിളി കൂട്ടാൻ പോലും പാടില്ല, ഒരു സമരം നടത്താൻ പാടില്ല, ആവശ്യം ഉന്നയിക്കാൻ പാടില്ല, മന്ത്രിനോട് നിവേദനം കൊടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? പിന്നെ പറഞ്ഞത് കുഞ്ചിക സ്ഥാനം വഹിക്കാൻ പാടില്ല എന്നാണ്. ഭരണഘടനയിൽ 2 പ്രാവശ്യം പറഞ്ഞു. നിങ്ങൾ വായിച്ചു നോക്കുക, വാങ്ങാൻ കിട്ടും ഭരണഘടന. ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ഇത്രയത്ര അധികം ഭൗതികമായി ദ്രോഹം ചെയ്ത ഒരു പ്രസ്ഥാനം പറയില്ല. ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ഇന്ത്യയിൽ ഭൗതികമായി ദ്രോഹം ചെയ്ത മറ്റൊരു പാർട്ടി ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള. കാരണം എന്താണ്? കുഞ്ചിക സ്ഥാനം വഹിക്കാൻ പാടില്ല. എന്താ ഇതിന്റെ അർത്ഥം? മുസ്ലിം മന്ത്രി ഉണ്ടാകാൻ പാടില്ല, മുസ്ലിം പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഗവർണറോ MLA യോ MP യോ ഉണ്ടാകാൻ പാടില്ല, സൂപ്രണ്ട് ഉണ്ടാകാൻ പാടില്ല, മാനേജർ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഗവർണറുടെ ചെരുപ്പ് തുറക്കുന്ന ചപ്രാസി ആകാം, MLA യുടെ കാറ് തുറന്നു കൊടുക്കുന്ന ഫ്യൂണാകാം, മന്ത്രിയുടെ വീട്ടിൽ അടിച്ചു തെളിക്കുന്ന സ്വീപ്പറാകാം. ഇവരാകാൻ പാടില്ല. എന്താ ഇത്ര കണ്ണുകടി? മുസ്ലിം സമുദായത്തോട് ഇത്ര കണ്ണുകടി എന്താ? മുസ്ലിം സമുദായം വളരുന്നതിനോടും മുസ്ലിം സമുദായം ഉയരുന്നതിനോടും അവർ ജോലി വാങ്ങുന്നതിനോടും എന്താ ഇത്ര കണ്ണുകടി? ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ ഗവൺമെന്റ് പരീക്ഷ എഴുതാൻ പാടില്ലായിരുന്നു. അഫ്ദലുമായ എൻട്രൻസ് പരീക്ഷ എഴുതി വന്നതിന്റെ പിറ്റേന്ന് പ്രിൻസിപ്പാളിന്റെ വക താക്കീതാ കിട്ടിയത്. പരീക്ഷ എഴുതിയതിന് നോക്കണം നിങ്ങൾ, പരീക്ഷ എഴുതിയതിന്, വേറെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല, പരീക്ഷ എഴുതിയതിന്. ആലോചിച്ചു നോക്കണം ഈ സമുദായത്തെ എങ്ങോട്ടാണ് സംഘടന നയിച്ചത്. അപ്പോൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയോ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ ഒരു ചുക്കും ജമാഅത്തെ ഇസ്ലാമി ചെയ്തില്ല. എവിടെയൊക്കെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാമോ അവിടെയെല്ലാം നല്ലവണ്ണം മണ്ണെണ്ണ ഒഴിച്ചു തിരികൊളുത്തുകയും ചെയ്തു. മഅദനി സാഹിബിനെ പൊക്കി ആണ് നിലത്തേക്കിട്ട്, സേട്ടു സാഹിബിനെ പൊക്കി നിലത്തേക്കിട്ട്. ഇല്ലേ? അനുഭവങ്ങളാണ്. പത്രം വായിക്കുന്ന ആളുകൾക്ക് ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. എന്നിട്ട് 60 കൊല്ലം ഈ ആശയം പറഞ്ഞിട്ടും എവിടെയെത്തിയില്ല. ആ എണ്ണിച്ചുട്ട അപ്പം തന്നെ എല്ലായിടത്തും. മക്കള് ഉണ്ടായെങ്കിൽ ഉണ്ടാകാന്നല്ലാതെ എണ്ണം അധികമാകുന്നില്ല. ഓരോ സ്ഥലങ്ങളും പരിശോധിക്കാം. എവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തനം ആദ്യം തുടങ്ങിയോ അവിടെ ആ നാട് നന്നാകാൻ വളരെ പ്രയാസമാണ്. എന്തെങ്കിലും ഒരു അട്ടിമറി നടക്കണം. അതിന്റെ ഉദാഹരണമാണ് പെരിന്തൽമണ്ണ. 10 കൊല്ലം മുമ്പ് ഈ പെരിന്തൽമണ്ണയിൽ വൈകുന്നേരമായാൽ എന്തായിരുന്നു സ്ഥിതി? ഇവിടുത്തെ ഇസ്ലാമിക ചലനം എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമി വർഷങ്ങളായി ഇവിടെ നിലവിലുണ്ട്. ഉണങ്ങി വരണ്ട് വിണ്ട് കീറി കിടക്കുന്ന ഒരു പ്രസ്ഥാനം. പ്രാദേശികമായി പറയുകയാണ് ഞാൻ. ഇതുപോലെയാണ് പല പ്രദേശങ്ങളും. കേരളത്തിന്റെ 100 കണക്കിന് പ്രദേശങ്ങളുണ്ട് വളരെ വളരെ ഉഷാറായി നടക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ആദ്യം പ്രവർത്തനം തുടങ്ങിയിടത്ത് എന്ത് മാറ്റമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ്. അത് സാംസ്കാരിക നിലവാരം. രാജ്യത്തിന് വേണ്ടിയൊന്നും ചെയ്തില്ല, അതങ്ങനെ. എന്നിട്ട് വേര് പിടിക്കാഞ്ഞപ്പോൾ എന്താ വിഷയം? ഭരണം. അതിനുവേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത്, അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജയപ്രകാശ് നാരായണന്റെ വൃക്കക്ക് എന്ത് പറ്റി? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അടിയന്തരാവസ്ഥക്ക് ശേഷം ഇറങ്ങിയ പ്രബോധനങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണത്. നമ്മളെ ചങ്ങായിമാരും വേണം ശ്രദ്ധിക്കട്ടോ. വലിയ രാഷ്ട്രീയ കോളങ്ങൾ എഴുതുക. പത്രം വായിക്കുന്നവന് പിന്നെ നമ്മൾ വലിയ രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊന്നും എഴുതി കൊടുക്കേണ്ട അത്യാവശ്യമല്ല. അതൊക്കെ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാ. മനസ്സിലായി? അപ്പോൾ ഈ രീതിയിൽ ജനങ്ങളെ ഉത്ഘാടനത്തിന് വിധേയരാക്കി ഉഷാറാക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായോ? എന്തെങ്കിലും ഒരു കാര്യം ഇല്ല. പൊട്ടത്തരങ്ങളുടെ മേൽ പൊട്ടത്തരങ്ങൾ. മൂല്യബോധമുള്ളവർക്ക് വോട്ട് ചെയ്യുക എന്നാ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു. 984 വരെ, 77 മുതൽ 84 വരെ അല്ല 47 മുതൽ 84 വരെ മൂല്യബോധമുള്ളവർക്ക് വോട്ട് ചെയ്തത് കൊണ്ട് കാര്യമുണ്ടായിരുന്നു. എന്താ? ഒരു MLAക്കോ മന്ത്രിക്കോ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതനുസരിച്ച് പാർലമെന്റിലോ നിയമസഭയിലോ പറയാമായിരുന്നു, വോട്ട് ചെയ്യാമായിരുന്നു. 85-ൽ
തീരുമാനം വന്നു, ഗവൺമെന്റ് നിയമം വന്നു, കൂറുമാറ്റ നിരോധന നിയമം. അഥവാ ഒരാൾക്ക് സ്വന്തം മൂല്യമുണ്ടെങ്കിലും അതുകൊണ്ട് കാര്യമില്ല, പാർട്ടി എന്താണോ പറയുന്നത് അതനുസരിച്ച് വോട്ട് ചെയ്യണം. അപ്പൊ മൂല്യബോധം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. 85 മുതൽ ആ 85ലാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് മൂല്യബോധമുള്ളവർക്ക് വോട്ട് ചെയ്യാം. കോടതി പിരിഞ്ഞിട്ടാ ബുദ്ധി വരുന്നത്. മതം അറിയില്ല, രാഷ്ട്രീയം അറിയില്ല.